പ്രതീക്ഷിക്കാത്ത ചിലർ പുറകിൽ പോവുകയും പ്രതീക്ഷിക്കാത്ത ചിലർ മുൻനിരയിൽ ലൈനപ്പ് ചെയ്യും. യുദ്ധം ചെയ്യാൻ അറിയത്തില്ലെന്ന് വിചാരിച്ച ചിലരെ പോരിന് വേണ്ടി കൈകളെയും വിരലുകളെയും ദൈവം അഭ്യസിപ്പിച്ച് മുൻനിരയിൽ നിർത്തി യുദ്ധം ചെയ്യിപ്പിക്കും. നിങ്ങൾ അവസാനത്തെ യുദ്ധം, വാഗ്ദത്തത്തിന് മുമ്പുള്ള ലാസ്റ്റ് വാറിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു നല്ല ആമേൻ പറയാമോ? നല്ല ആമേൻ പറയാമോ? ദൈവമക്കളെ, കർത്താവ് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. ആര് അതിനെതിരെ നിന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവ പദ്ധതിക്കെതിരെ പിശാച് നിൽക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിശാചിനൊരിക്കലും ഡയറക്റ്റ് ദൈവ പദ്ധതിക്കെതിരെ നിൽക്കാൻ ഒരു ധൈര്യവുമില്ല. കാരണം നമ്മളെക്കാൾ ഉപരി ദൈവം ആരാണെന്ന് ഈ ലൂസിഫറിന് അറിയാം. ദൈവത്തിന് എന്തൊക്കെ കഴിയുമെന്നും ദൈവം ആരെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്നും പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിശാച് ഒരിക്കലും ദൈവ പദ്ധതിക്കെതിരെ നിൽക്കത്തില്ല. പിശാച് ഈ ദൈവം ആരാണെന്നും ദൈവത്തിന് എന്തൊക്കെ കഴിയുമെന്നും അറിയാത്ത മനുഷ്യരുടെ അകത്ത് കയറി അവരെ കൊണ്ട് മുമ്പിൽ നിർത്തും. അവരെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ആ മല്ലന്മാരുടെ മുമ്പിൽ നമ്മൾ വെട്ടിക്കിളികളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാന്നറിയണമെങ്കിൽ പിശാചിനോട് ചോദിക്കണം. അവൻ പറയും, എടാ വെട്ടിക്കിളിയായ നിന്റെ പുറകിൽ ഒരിക്കലും എനിക്ക് ജയിക്കാൻ പറ്റാത്തൊരു ദൈവം നിൽപ്പുണ്ടെന്ന്. അത് ബോധ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ഒരാമേനോടൊപ്പം. നിന്റെ രൂപമല്ല ദൈവത്തിന്റെ വിഷയം, പുറകെ നിൽക്കുന്ന ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. ആമേൻ. രണ്ട് വാക്യങ്ങൾ നമ്മൾ രണ്ട് ഭാഗത്ത് നിന്നായിട്ട് എടുത്തു. പുതിയ നിയമത്തിൽ നിന്ന് ആദ്യം ഒരു വാക്യം എടുത്തു, ഒന്നെടുത്താണ് അതേ വാക്യം. ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായം. കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഖനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. മതി മതി മതി. പഴയ നിയമത്തിനകത്തെ യാഗങ്ങളെ പറ്റി വളരെ നന്നായിട്ട് നമുക്കറിയാം, നമുക്ക് ബോധ്യമുണ്ട്. യാഗത്തിന്റെ കാലഘട്ടങ്ങളിൽ മൃഗങ്ങളുടെ രക്തം മനുഷ്യന്റെ പാപത്തെ കഴുകിയിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്, ഇല്ലേ? മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിരുന്നു. പക്ഷെ ഒരു സീസൺ കഴിഞ്ഞപ്പം, ഒരു സമയം കഴിഞ്ഞപ്പം മൃഗബലി ദൈവത്തിന് താല്പര്യമില്ലാതായി. കാരണം പാപപരിഹാരത്തിന് ഒരു മാർഗമായി കണ്ട ഇത് പിന്നെ പാപം ചെയ്യാൻ ഒരു ലൈസൻസായി ജനമെടുത്തു. അപ്പോൾ പിന്നെ കാളകളുടെയും ആട്ടുകൊറ്റിൻ്റെയും ഒന്നും ചോര പാപം കഴുകിക്കളയാൻ പോരാതെ വന്നു. പിന്നെ ദൈവത്തിന് ആ ബലികളോട് ഒരാഗ്രഹമില്ലാതെ പോയി. പക്ഷേ ദൈവം ആ സമയത്ത് ഒരു ശരീരത്തെ നമുക്ക് വേണ്ടി കരുതിയിരുന്നു. ചെറുതരാമൻ പറഞ്ഞാട്ടെ, ഉറക്കിയരാമൻ പറഞ്ഞാട്ടെ. ആ പാപപരിഹാരത്തിന് വേണ്ടി മൃഗത്തിന്റെ മാംസവും രക്തവും പോരാതെ വന്ന സമയത്ത് എന്നേക്കുമായി ആ മൃഗബലിയെ സ്റ്റോപ്പ് ചെയ്യാൻ ദൈവം കരുതിയ ഒരു ശരീരം. ആ ശരീരത്തെയാണ് പിന്നെ നമ്മൾ വചനമായി ജഡത്തിൽ അവതരിച്ച യേശു എന്ന് വിളിച്ചത്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നമ്മൾ ഈ യേശു കർത്താവിനെ പറയുന്ന മറ്റൊരു പദമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വചനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, വചനം. എത്ര പേർക്ക് താല്പര്യമുണ്ട് വചനം കേൾക്കാൻ? ആഗ്രഹത്തോടിരിക്കുക. ഈ വചനം നിങ്ങളുടെ അകത്ത് മഹത്വമായിട്ട് മാറും. വചനം, യേശുവിന്റെ ശരീരം. യേശുവിന്റെ ശരീരം പാപപരിഹാരത്തിന് വേണ്ടി, സകല മാനവരാശിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഏകയാഗത്താൽ പരിഹരിക്കപ്പെടുന്ന ഒരു യാഗത്തിന് വേണ്ടി ദൈവം കരുതി വെച്ച ശരീരം. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇബ്രാഹിം ലേഖനത്തിനകത്ത് നമ്മൾ വായിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ശരീരം യേശു കർത്താവ് മറിയയുടെ ഉദരത്തിനകത്ത് ഒരു ചെറിയ പൊട്ടായി ജനിച്ച് വളർന്ന് ആ വീടിനകത്ത് 30 വർഷം അപ്പനും അമ്മയ്ക്കും അനുസരണയോടെ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് ജീവിച്ച ഈ ചെറുപ്പക്കാരൻ പിന്നെ 3.5 വർഷം ശുശ്രൂഷിച്ച് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. ഈ വചനമെന്ന ഈ ശരീരം ആ 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ആ യേശു എന്ന ചെറുപ്പക്കാരനെ ഒന്ന് നോക്കിക്കേ. ഒന്ന് നോക്കിയാൽ ഇവിടെ ആ സെയിം പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ പ്രായം പറയുന്നതിന് മടിയില്ല, 34 വയസ്സാണ് എനിക്ക്. അപ്പൊ ഏകദേശം എൻ്റെ ഒരു പ്രായം.
എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്ന ഫോട്ടോയിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പലരും പലതാണ് പറയുന്നത്, പലരും പലതാണ് വരയ്ക്കുന്നത്. എന്നാലും നമ്മുടെ മനസ്സിനകത്തൊരു ഊഹമുണ്ട്. ഈ ഊഹം ബൈബിൾ വായിച്ചിട്ടുള്ള ഊഹമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 33.5 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ രൂപം ഊഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? എത്ര പേർക്ക് അങ്ങനെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ കണ്ണും മൂക്കൊന്നും കൊടുക്കണ്ട. 33.5 വയസ്സുള്ള, തടി അറുത്തും ചുമന്നും മരപ്പണി ചെയ്തു, നല്ല ആരോഗ്യമുള്ള, അധികം ഫാറ്റില്ലെന്ന് ഞാൻ പറയാൻ കാരണം പണിയെടുത്തതാണ്. 30 വയസ്സ് വരെ പണിയെടുത്ത. അപ്പോൾ അധികം ഫാറ്റില്ലാത്ത, വേണമെങ്കിൽ കുറച്ച് 6 പാക്കൊക്കെ ഉള്ള ഒരു നല്ല ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്ന നമ്മളെയൊക്കെ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഏകദേശം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ല, ഏകദേശം ഒരുപോലെ ഇരിക്കും. അതും തൊട്ടാൽ, സ്പർശിച്ചാൽ അനുഭവിക്കാൻ പറ്റുന്ന, അടിച്ചാൽ നോവുന്ന, മുറിച്ചാൽ ചോര വരുന്ന അങ്ങനത്തെ ഒരു ശരീരം. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ആദ്യത്തെ ആദാമിനെ മുഴുമഹത്വത്തിനകത്ത്, ഏദൻ തോട്ടത്തിനകത്ത് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു കൊണ്ടിരുന്ന ആദാമിനെ, മഹത്വത്തിനകത്ത് പുതിഞ്ഞു നിന്ന ആദാമിനെ, വളരെ ലളിതമായി പാപത്തിനകത്ത് തള്ളിയിടാൻ കഴിഞ്ഞ പിശാചിനെ, ഈ ഒടുവിലത്തെ ആദാമിനെ എങ്ങനൊക്കെ നോക്കിയിട്ടും പാപത്തിനകത്തോട്ട് തള്ളിയിടാൻ പറ്റിയില്ല. പക്ഷെ സ്വയമേ അവൻ നമുക്ക് പകരമായി പാപമായി മാറി ഒടുവിലത്തെ ആദാം. ചെറുപരാമേ പറഞ്ഞാട്ടെ. ഇനി നിങ്ങളൊന്ന് കേട്ടെ. ആദ്യത്തെ ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് കുഴച്ച് എടുത്ത ആദാമിനെ, മഹത്വത്തിനകത്ത് വാണ ആദാമിനെ, സകല ചരാചരത്തിൻ്റെയും മുകളിൽ അധികാരമുണ്ടായിരുന്ന ആദാമിനെ, ലളിതമായ വാക്കുകൾ കൊണ്ട് അവൻ്റെ ഭാര്യയെ പറ്റിച്ച്, പിന്നെ ഭാര്യ മുഖാന്തരം അവനെയും പറ്റിച്ച്, മഹത്വം മുഴുവനും കളഞ്ഞ്, അകത്തുണ്ടായിരുന്ന ജീവൻ മരിച്ച്, ആത്മമനുഷ്യൻ മരിച്ച്, പാപത്തിനും ശാപത്തിനും മരണത്തിനും അടിമയായി പോയ ആദ്യത്തെ ആദാം. ഇതുപോലെ ജനിക്കപ്പെട്ടൊരു മനുഷ്യൻ, അതാണ് ഒടുവിലത്തെ ആദാം. പക്ഷേ ഈ യേശു കർത്താവിനെ, ഈ 30 വയസ്സോ ചോരത്തിളപ്പുള്ള, അടിച്ചാൽ നോവുന്ന, തൊട്ടാൽ സ്പർശിക്കാൻ കഴിയുന്ന, മുറിച്ചാൽ ചോര വരുന്ന, ഒരു വ്യത്യാസവും മനുഷ്യനുമായി ഇല്ലാത്ത ഈ യേശുവിനെ എത്ര ശ്രമിച്ചിട്ടും, എങ്ങനൊക്കെ ടെംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, എങ്ങനൊക്കെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ യേശുവിനെ ഒന്ന് തള്ളിയിടാൻ ഒരു ശക്തിക്കും പറ്റി. അന്നേരമാണ് ഞാൻ ചിന്തിച്ചത്, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച എല്ലാവരും പാപം ചെയ്തിട്ട് യേശുവിന് മാത്രം എന്തുകൊണ്ട് അതിന് പറ്റിയില്ല? ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ വാക്യം എൻ്റെ അകത്തോടക്കിയത്. കാളകളുടെയും ആട്ടുകൊറ്റന്റെയും ചോര മാനവരാശിയുടെ പാപത്തിന് പരിഹാരമാകാതിരുന്നപ്പോൾ ദൈവം ഒരു ശരീരത്തെ കരുതി. സ്വർഗത്തിൽ മഹത്വത്തിനകത്തിരുന്ന, സ്വർഗത്തിന്റെ അന്തരീക്ഷത്തിനകത്തിരുന്ന ദൈവം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് വിടാൻ തീരുമാനിക്കുകയാണ്. അവനൊരു ശരീരം വേണം. കാരണം ഭൂമിയുടെ ക്ലൈമറ്റ്, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത, ആത്മാക്കൾക്ക് വരാൻ പറ്റും, പക്ഷെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ തികയ്ക്കാൻ ദൈവത്തിന്റെ പുത്രൻ വരാൻ തീരുമാനിച്ചപ്പോൾ അവന് കൊടുക്കാൻ ദൈവം ഒരു ശരീരത്തെ സ്വർഗത്തിൽ മെനഞ്ഞു. ചെറുതരാമേ പറഞ്ഞു. പക്ഷെ ആ ശരീരത്തെ നമ്മൾ വിളിക്കുന്നതും വചനം വിളിക്കുന്നതും, യോഹന്നാൻ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് വചനമെന്നാണ്. അങ്ങനാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനിരുന്ന ദൈവപുത്രന് ദൈവം ഒരുക്കിയ ശരീരം, അത് മണ്ണുകൊണ്ട് മെനഞ്ഞതല്ല, അതിന്റെ മെറ്റീരിയൽ വചനമാണ്. പറഞ്ഞില്ല? ആമേൻ പറഞ്ഞില്ല? ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ആദാമിനെ മണ്ണിനകത്തുനിന്ന് മെനഞ്ഞെന്ന് വചനം പറയുമ്പോൾ, മണ്ണ് കുഴച്ചുണ്ടാക്കിയെന്ന് വചനം പറയുമ്പോൾ, ഒടുവിലത്തെ ആദാമും കാണാനും
കേൾക്കാനും എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ മെറ്റീരിയൽ വേറെയാ. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇരിക്കുന്ന പച്ച കളർ കസേര പുറകെ ചുമന്നാന്ന് തോന്നുന്നു, ഇതേ കസേരയാണ് ഇവിടെയും കിടക്കുന്നത്. പക്ഷെ അത് നന്നായിട്ട് ചൂടടിച്ചാൽ ഉരുകും, വേണമെങ്കിൽ കത്തും. പക്ഷെ ഈ സാധനം ഇത് ഇരുമ്പ, കസേരയാ രണ്ട്. പക്ഷെ ഇത് തീക്കകത്തിട്ടാൽ അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. കാണാൻ ഒരുപോലിരിക്കും, ഒടുവിലത്തെയും ആദ്യത്തെയും ആകാം, പക്ഷേ അതുണ്ടാക്കിയ മെറ്റീരിയൽ വേറെയാ. ഒന്നാമത്തവൻ മണ്ണും രണ്ടാമത്തവൻ വചനവും. ഇതിന് ഈ പ്രതികരണം പോരാ, നന്നായിട്ട് വരാൻ വേണ്ടത്. ചർച്ചിനകത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കേണ്ട ഒരു പ്രസംഗമാണോ ഇതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അതേ എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണം. ഒന്നാമത്തവൻ മണ്ണും രണ്ടാമത്തവൻ വചനവും എന്ന് പറഞ്ഞ ഒന്നാമത്തവൻ, എല്ലാരും പറഞ്ഞ ഒന്നാമത്തവൻ, രണ്ടാമത്തവൻ. ഒന്നാമത്തവന്റെ മെറ്റീരിയൽ എന്തുവാ? മണ്ണ്, മണ്ണ് കൊണ്ടുണ്ടാക്കി. രണ്ടാമത്തെ ആളുടെ മെറ്റീരിയൽ എന്തുവാ? ഒന്നാമത്തവനെ ഉണ്ടാക്കിയത് ഭൂമിയിലെ മണ്ണ് കൊണ്ട്, രണ്ടാമത്തെ ആളെ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ വചനം കൊണ്ട്. ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. നീ കുറച്ചിടത്തിൽ പോകണം. ഇവിടെ എത്ര ദിവസം ഫാസ്റ്റിംഗ് വരുന്നത്? ഫസ്റ്റ് 5 ദിവസം, ഇത് 4ാമത്തെ ദിവസം, 5ാമത്തെ നാളെ തീരും. 5 ദിവസം ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട് അതിനകത്ത്. 1 കൈ 2 കൈ 3 4 പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? കൈ പൊക്കി ഒരോടണേ. ക്ഷീണമുണ്ടോ? ഇല്ല. നാളെ ഫാസ്റ്റിംഗ് അവസാനിച്ചിട്ട് ഉപവാസം അല്ലാതെ വീണ്ടും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു 5 ദിവസം കൊണ്ടിരുന്നാൽ ക്ഷീണിക്കോ? ഭക്ഷണം തരാതെ നിങ്ങളെ ഒരു മുറി പൂട്ടിയിട്ടാ ക്ഷീണിക്കോ? തളരുവോ? പറ. തളരുവെന്ന് ഒരു സംശയവും വേണ്ട, ക്ഷീണിക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ ശരീരം മണ്ണാണ്. ഈ ശരീരം എടുത്തത് ഈ അന്തരീക്ഷത്തിനകത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിന് നിവർന്നു നിൽക്കാൻ ഈ അന്തരീക്ഷത്തിനകത്തുള്ള എന്തെങ്കിലും അകത്തോട്ട് ചെല്ലണം. മണ്ണിനകത്ത് വിളഞ്ഞ കിഴങ്ങോ, മണ്ണിന് പുറത്ത് വിളഞ്ഞ പഴമോ, മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പോകുന്ന ഏതെങ്കിലും മൃഗത്തിൻ്റെ വേവിച്ച ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ അകത്തോട്ട് ചെല്ലണം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം, ഇതൊക്കെ ചെല്ലണം, എങ്കിലും നിവർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. 40 രാവും പകലും പച്ചവെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ ഉപവസിച്ചിട്ട് 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഉപവാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പിശാച് പറഞ്ഞു, നീ സാക്ഷാൽ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. തിരിച്ചാ ചെറുപ്പക്കാരൻ പറഞ്ഞ പദം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അത് അദ്ദേഹം അത്ര തൻ്റെ ഇടത്തോടെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ ശരീരമുണ്ടാക്കിയ മെറ്റീരിയല് അപ്പൻ്റെ വായിൽ നിന്ന് വന്ന വചനമാണ്. ഭൂമിയിലെ വിള തിന്നില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ശരീരം എഴുന്നേറ്റ് നിൽക്കും. കാരണം അവനെ ഉണ്ടാക്കിയത് ഈ അന്തരീക്ഷത്തിനകത്തല്ല, അവനെ ഉണ്ടാക്കിയ അന്തരീക്ഷം വേറെയാണ്. പറ്റുമെങ്കിൽ ഒരു നല്ല ആമേൻ പറയാം, ഉറക്കെ പറയുവാണ്. എന്നൊന്നുകൂടെ പറയാം. വചനം വെച്ച്, പുതിയ നിയമം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിന്റെ ശരീരത്തിന്റെ മെറ്റീരിയൽ മണ്ണല്ല, അത് വചനമാണ്. ഉറക്കെ ആമേൻ പറഞ്ഞാൽ അല്ല ഇല്ല. യേശു കർത്താവിന്റെ ഫിസിക്കൽ ബോഡി മണ്ണായിരുന്നു, പക്ഷേ ആത്മാവ് വചനമാണെന്ന് പറയാം. അങ്ങനെ പറയുന്നവർ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലെന്ന് ഞാൻ പറയും. ഞാൻ വീണ്ടും പറയാം, അവൻ കാണാൻ മനുഷ്യനെ പോലിരുന്നെങ്കിലും അവനെ ഉണ്ടാക്കിയ മെറ്റീരിയൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമാണ്. ചേർന്നരാമേ പറഞ്ഞാട്ടെ, ചേർന്നരാമേ പറഞ്ഞാട്ടെ ദൈവങ്ങളെ. അപ്പൊ ഇനി എന്നെ കേൾക്കണേ. അപ്പൊ ഈ വചനമാകുന്ന ആ മെറ്റീരിയൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരം, ഈ ശരീരം ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാനായി ഇറങ്ങി വന്നു. 30 വർഷം അടങ്ങി ഒതുങ്ങി ഒരു വീടിനകത്ത്
മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒബീഡിയന്റായി സബ്മിസീവായി ജീവിച്ചു. ഒരു എടുത്തുചാട്ടമില്ലാതെ, ഒരു വെപ്രാളമില്ലാതെ, ശാന്തനായി, അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എവിടെയും വ്യഗ്രത കാണിക്കാതെ, അവൻ ആരാണെന്ന് തിരിച്ചറിയണം, മറ്റുള്ളവർ അറിയണമെന്നുള്ള ഒരു ആഗ്രഹവും ഹൃദയത്തിനകത്തില്ലാതെ വളരെ ശാന്തമായി ഒരു വീടിനകത്ത് 30 വയസ്സുവരെ ജീവിച്ചു. ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് പറയാം. 30 വയസ്സുവരെ വചനം അടങ്ങി ഒതുങ്ങി ജീവിച്ചു. ഒന്ന് പറഞ്ഞേ. 30 വയസ്സുവരെ വചനം അടങ്ങി ഒതുങ്ങി ജീവിച്ചു. യേശു എന്ന് പറയരുത്, വചനം എന്ന് പറയണം. 30 വയസ്സുവരെ വചനം അടങ്ങി ഒതുങ്ങി ജീവിച്ചു. 30 വയസ്സുവരെ വചനം അടങ്ങി ഒതുങ്ങി ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ വചനം ഒരു കല്യാണത്തിന് പോയി. 30ാമത്തെ വയസ്സിൽ വചനം കല്യാണത്തിന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. 30ാമത്തെ വയസ്സിൽ ലൈവ് ഇല്ലാതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഞാൻ ഇത്രയും ആസ്വദിച്ച് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണേ. 30ാമത്തെ വയസ്സിൽ വചനം ഒരു കല്യാണത്തിന് പോയി. പറഞ്ഞേ. 30ാമത്തെ വയസ്സിൽ വചനം ഒരു കല്യാണത്തിന് പോയി. 30ാമത്തെ വയസ്സിൽ വചനം ഒരു കല്യാണത്തിന് പോയി. അവിടെ നിൽക്കുന്ന സമയത്ത് വചനത്തിന്റെ ഭൂമിയിലെ അമ്മയായ മറിയാമ്മച്ചി വചനത്തിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. ഇവിടുത്തെ വചനം തിരിച്ചെന്തോ പറഞ്ഞേ, എന്റെ സമയമായിട്ടില്ല. എങ്ങനെ? എന്റെ സമയമായി, എന്റെ സമയമായി. ഇനി മറിയാമ്മച്ചി എന്ന് നോക്കിക്കേ, യേശുവിന്റെ അമ്മയെന്ന് നോക്കിക്കേ. ഈ 30 വയസ്സ് വരെ നിങ്ങളുടെ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി നിന്ന ഈ വചനം അന്ന് വരെ എവിടെങ്കിലും വീഞ്ഞുണ്ടാക്കാൻ പോയിട്ടുണ്ടോ? എവിടെങ്കിലും വീഞ്ഞ് വർദ്ധിപ്പിച്ച് അത്ഭുതം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും വീഞ്ഞ് വിട് ഒരു രോഗിക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ടോ? ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ടോ? ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവർ കേട്ട് കാണുമോ? എന്തെങ്കിലും ഈ വചനം ആ വീടിനകത്ത് ചെയ്തിട്ടുണ്ടോ? തടിപ്പണിയല്ലാതെ. പക്ഷേ അന്നേരം ആ കല്യാണ വീട്ടിൽ വെച്ച് അവിടുണ്ടായ കുറവ് ഈ വചനം പരിഹരിക്കുമെന്ന് ഈ അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ഒന്നുകൂടെ പറയാം. അന്ന് വരെ ഒരത്ഭുതവും ചെയ്തിട്ടില്ലാത്ത അവൻ ശുശ്രൂഷയിലേക്ക് കാല് വയ്ക്കുന്നത് ആ കല്യാണ വീട്ടിൽ വെച്ചാണ് ആദ്യത്തെ അടയാളം ചെയ്തതെന്ന് ഒരു ക്ലൂ ആർക്കും ഇല്ല. ദൂതൻ വന്ന് മറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30ാമത്തെ വയസ്സിൽ ഇവൻ വെളി വരുമെന്ന്. പറഞ്ഞിട്ടില്ല. അങ്ങനാണെങ്കിൽ എന്റെ ചോദ്യം, ഇങ്ങനൊരു ആവശ്യം വന്നപ്പം അവിടെ വെച്ച് യേശുവിനോട് ചെന്ന് പറയണമെന്ന് ഈ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒന്നുകൂടെ ചോദിക്കാം. അതുവരെ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ടോ? അതുവരെ യേശു ഏതെങ്കിലും കല്യാണം വീട്ടിൽ ചെന്ന് വീഞ്ഞുണ്ടാക്കിയ കാര്യം നമുക്കറിയാവോ? പുള്ളിക്ക് അറിയാവുന്ന പണി തടിപ്പണിയല്ലേ, പക്ഷെ അവിടെ ആവശ്യം വീഞ്ഞല്ലേ. പക്ഷെ ഈ അമ്മ ചെന്ന് എന്തുകൊണ്ട് അവിടെ വെച്ച് ഈ വചനത്തോട് കാര്യം പറഞ്ഞു? അതാണ് എൻ്റെ ചോദ്യം. എന്നിട്ട് സമയമായില്ലെന്ന് പറഞ്ഞപ്പോൾ നിരാശപ്പെട്ട് മടങ്ങിപ്പോകുന്നതിന് പകരം ആ അമ്മ ചെന്നിട്ട് സെർവൻസിനോട് ഇങ്ങനൊരു പദം പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അപ്പൊ അതിൻ്റെ അർത്ഥം അവക്കുറപ്പാണ് അവിടെ വച്ച് അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അവൻ മാറും. എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഞാൻ ആവർത്തിച്ച് എങ്ങനൊക്കെ തിരിച്ചും മറിച്ചും പഴയതും പുതിയതും വെച്ചിട്ട് അതിനകത്തെ രഹസ്യം എനിക്ക് കിട്ടിയില്ല. എന്റെ നാഴിക ഇതുവരെ ആയിട്ടില്ലെന്ന് പറയുമ്പം എന്നാ പിന്നെ എന്റെ കൊച്ചൻ 2 വർഷം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു പോകാതെ അവിടെ വെച്ച് തന്നെ, ആ കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെ ഇവന്റെ വിധം മാറുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നിട്ട് സർവൻസിനോട് ചെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ദൈവങ്ങളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കൈയടിച്ച് എനിക്ക് സന്തോഷമാണ്. എനിക്ക് പ്രസംഗിക്കാൻ നമ്മുടെ ആവശ്യമാണ്. പക്ഷെ നിങ്ങളുടെ അകത്ത് ഇത് കയറുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് തലങ്ങും വലങ്ങും എല്ലാം വായിച്ചിട്ടും മറിയ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറിയ എന്തുകൊണ്ട് അങ്ങനൊരു പദം ഈ സെർവൻസ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമെന്ന് മറിയയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അവിടെ വെച്ച് അവൻ
അവന്റെ യഥാർത്ഥ ശുശ്രൂഷ ആരംഭിക്കുമെന്ന് മറിയയ്ക്ക് എങ്ങനെ തോന്നി, അകത്ത് മനസ്സിലായി? ദൈവമക്കളെ, അതിനകത്തില്ലാത്തൊരു കാര്യം, പക്ഷെ നിങ്ങളോട് ദൂതായിട്ട് ഞാൻ പറയാം. നീ കൊണ്ട് നടക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന വചനം അതെപ്പോൾ പ്രവർത്തിക്കുമെന്ന് നിന്റെ അകത്തൊരു അറിവുണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. ഈ മറിയ ആരാണെന്ന് പറഞ്ഞോട്ടെ. ഈ മറിയ ആരാണെന്ന് പറഞ്ഞോട്ടെ. ഏകദേശം 16 വയസ്സുള്ള സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് കൃപ ലഭിച്ചവളെ എന്നൊരു വിളി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരും, എന്നിട്ട് നീ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കും എന്നൊക്കെ പറഞ്ഞേച്ച് ഇങ്ങനെ ദൂതം പറഞ്ഞേച്ച് പോയി. ദൂതം പോയി. മറിയ ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്ക് ഓടി ചെന്നിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ഒരു ആൻറ്റിയോട് ദൂരെ നിന്ന് പ്രീസിലോടെന്ന് പറഞ്ഞു. അറിയാമല്ലോ, കാര്യം അറിയാമല്ലോ, പ്രീസിലോടെന്ന് പറഞ്ഞു. ആ ആൻറ്റി തിരിച്ച് ആ വാക്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തിരിച്ചു വന്ദനം പറഞ്ഞു. മറിയ ഈ ദൂത് കേട്ട് എലിസബത്തിന്റെ അടുക്കൽ ചെന്നിട്ട് വന്ദനം പറയുമ്പോൾ അതിനെ നമ്മൾ ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് എന്നല്ലേ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഇടയ്ക്കുള്ള 400 നിശബ്ദ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവശബ്ദം മ്യൂട്ടായി നിന്ന് ആരോടും പരിശുദ്ധാത്മാവോ ദൈവമോ സംസാരിക്കാതിരുന്ന സമയത്ത് പഴയ നിയമത്തിനകത്ത് അഥവാ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേളിൽ വന്നാൽ ദൈവം സ്പെഷ്യലി ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയോ ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങി ഒരുവന്റെ മുകളിൽ വരുന്ന പരിശുദ്ധാത്മാവ്, അല്ലാതെ വെറുതെ ഒന്നും പഴയ നിയമത്തിൽ ആരുടെയും മുകളിൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. ഇനി പുതിയ നിയമത്തിലാണെങ്കിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇത് വന്നതിന് ശേഷം ആ വിശുദ്ധിയോടെയും വേർപാടോടെയും വിശ്വാസത്തോടെയും ഒക്കെ ജീവിക്കുന്നവന്റെ മുകളിൽ എന്നും ഡ്വെല്ലിംഗ് പ്രസൻസ് ആയി, എന്നും വസിക്കുന്ന സാന്നിധ്യമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ വരുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മുകളിൽ സ്ഥിരമായി ഇറങ്ങി വരുന്നതിന് മുന്നേ ഇനി ദൈവം ഏൽപ്പിച്ച എന്തെങ്കിലും സ്പെഷ്യൽ പദ്ധതി നിവർത്തിക്കാൻ വേണ്ടി മാത്രം ഒരുവന്റെ മുകളിൽ വന്നുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഒരു 16 വയസ്സുള്ള പെൺകൊച്ച് ഒരു സഹോദരിയെ നോക്കി പ്രൈസ് ദി ലോർഡ് ആന്റി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് മറു പ്രൈസ് ദി ലോർഡ് പറയാൻ വേണ്ടി അവളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഏതായാലും വെറുതെ ഒരുത്തന്റെ മൊഴി വരത്തില്ലല്ലോ, ഉറപ്പാണേ. അപ്പോൾ ഒരു പ്രൈസിനോട് പറയാൻ വേണ്ടി മാത്രം ഒരുവളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുമോ? ഒരു സ്തോത്രം തിരിച്ചു പറയാൻ വേണ്ടി മാത്രം ആ സമയത്ത് ഒരുവളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുമോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളൊരു നോർമൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കരുത്. നിങ്ങളെ യുദ്ധത്തിന് ഈ രാത്രി ദൈവം ഒരുക്കുകയാണ്. നിങ്ങളെ യുദ്ധത്തിന് ഇന്ന് രാത്രി അവസാന വാറിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. ശ്രദ്ധിച്ചെന്നെ കേൾക്കണം. ഒരു പ്രൈസലോട് തിരിച്ചു പറയാൻ വേണ്ടി മാത്രം ഒരുവളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുമോ? വചനം അങ്ങനെ പറയുന്നു. എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞവളായി തിരിച്ച് ആ സമയത്ത് അങ്ങനെ വരുമോ? എല്ലാവർക്കും വരത്തില്ലായിരിക്കും. പക്ഷേ മറിയ ഒരുവളോട് സംസാരിച്ച പരിശുദ്ധാത്മാവ് വരും. പറയാം, അവളുടെ ഉദരത്തിൽ വചനം ഇറങ്ങിക്കഴിഞ്ഞു. അവളുടെ അകത്ത് വചനം ഇറങ്ങിക്കഴിഞ്ഞു. വചനം ഒരുവനെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ ആ തലക്കൽ ചെന്നടിക്കുന്നത് ആത്മാവായിരിക്കും. പറഞ്ഞില്ല. ഒന്നുകൂടെ പറയാം, തെളിയിക്കാവുന്നേ. ഒന്നുകൂടെ പറയാം. വചനം ഒരുവനെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേ തലക്കൽ ഈ വചനം എത്തിക്കുന്നത് ഒരു കാറ്റാണ്. ആ കാറ്റിന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഉറക്കെ ഒരാമേ പറഞ്ഞാട്ട് ഒന്നുകൂടെ പറയാം. വചനം ഒരുവനെ നോക്കി എന്തെങ്കിലും ഒരു സാഹചര്യത്തെ നോക്കി, ഒരു ദേശത്തെ നോക്കി, ഒരു വ്യക്തിയെ നോക്കി, ഒരു സമ്പ്രദായത്തെ നോക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട വചനത്തെ അവിടെ എത്തിക്കുന്നത് ശബ്ദതരംഗങ്ങളല്ല, പരിശുദ്ധാത്മാവാണ്. മറിയയുടെ ഉദരത്തിൽ ആത്മാവിനാലാണ് വചനം ജനിക്കപ്പെട്ടതെങ്കിൽ സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ച, ദൈവം കരുതിയ ശരീരം അഥവാ വചനമാകുന്ന ശരീരം, അതിനെ മറിയയുടെ ഉദരത്തിൽ എത്തിച്ചത് ദൂതൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ എന്നാണെങ്കിൽ ഈ വചനം എവിടെ സഞ്ചരിക്കണമെങ്കിലും അതിന്റെ പുറകിൽ ഈ കാറ്റുണ്ട്. അങ്ങനാണ് മറിയ പറഞ്ഞതിന് അവൾ ആത്മാവ്
നാവിൽ നുറഞ്ഞ മറുപടി പറഞ്ഞത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നീ പറയുന്ന വചനത്തെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരാത്മാവ് അതിന്റെ പുറകിൽ ചലിക്കും. വിശ്വസിക്കുന്നവർ മാത്രമാമേ പറഞ്ഞാൽ മതി, അല്ലാത്തവരാമേ പറയുന്നത്. നീ പറയുന്ന പ്രവചനത്തെ, നീ പറയുന്ന വചനത്തെ, നീ പറയുന്ന ദൈവശബ്ദത്തെ, നീ കൽപ്പിക്കുന്ന കൽപ്പനകളെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് ശബ്ദതരംഗങ്ങളല്ല, അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം സ്വർഗത്തിൽ കാളകളുടെയും ആട്ടുകൊറ്റന്റെയും രക്തം പാപപരിഹാരത്തിന് മതിയാകത്തില്ലെന്ന് കണ്ടപ്പോൾ ദൈവം സ്വർഗത്തിൽ മെനഞ്ഞു വെച്ച വചനമാകുന്ന ശരീരത്തെ മറിയയുടെ ഉദരത്തിൽ അതിനെ എത്തിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ അകത്ത് ആ വചനം കിടക്കുന്നവൾ ആരെ നോക്കി എന്തു പറഞ്ഞാലും ആ ശബ്ദത്തെയും അവിടെ എത്തിക്കുന്നത് സാക്ഷാൽ പരിശുദ്ധാത്മാവായിരിക്കും. ഇന്ന് രാത്രി വചനം ചുമക്കുന്ന നിന്റെ ശബ്ദത്തെ പിന്നെ ക്രമീകരിക്കുന്നതും യാത്ര ചെയ്യിപ്പിക്കുന്നതും എത്തേണ്ടടുത്ത് അതിനെ എത്തിക്കുന്നതും ഈ ലോകത്തിനടിക്കുന്ന കാറ്റല്ല, ശബ്ദതരംഗങ്ങളല്ല, അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന വേവ്സ് അല്ല, പിന്നെ നിന്റെ ശബ്ദത്തെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്നവരും മനസ്സിലായവരും മാത്രം ഒരു നല്ല പറയുന്നത്. 9 മണി വരെ പരിശുദ്ധാത്മാവാണ്. ചേർന്നരാമേ പറഞ്ഞാട്ടെ. 5000-ഓളം വരുന്ന പുരുഷാരത്തോട് 3 ദിവസം രാവും പകലും, മഞ്ഞ് പെയ്യുന്നതറിയാതെ, മഴ പെയ്യുന്നതറിയാതെ, സൂര്യൻ ഉദിക്കുന്നതറിയാതെ, അസ്തമിക്കുന്നതറിയാതെ, ചൂട് കൂടുന്നതറിയാതെ, ചൂട് കുറയുന്നതറിയാതെ, സന്ധ്യയാകുന്നതറിയാതെ, വെളുപ്പിനെയാകുന്നതറിയാതെ 3 ദിവസം കണ്ടിന്യൂസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നു. 5000 പേരോട് ഏറ്റുപദേശിയോ മൈക്കോ ഇല്ലാതെ പ്രസംഗിച്ച യേശു 5000 എണ്ണത്തിന്റെ കാതുകളിൽ ആ തിരുവായി മൊഴി എത്തിച്ചത് ആരാന്നറിയാമോ? ലോകത്തിന്റെ കാറ്റല്ല, അതിന്റെ പേര് പരിശുദ്ധാത്മാവ്. മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മാവ് തീനാവായി പതിഞ്ഞതിന് ശേഷം പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം. ഓരോരുത്തർ പറഞ്ഞു അവൻ സംസാരിക്കുന്നത് എന്റെ ഭാഷയിലാണ്, മറ്റവൻ പറഞ്ഞു ഇല്ല അവൻ സംസാരിക്കുന്ന മലയാളത്തിലാണ്, അടുത്തവൻ പറഞ്ഞില്ല ഹിന്ദിയിലാണ്, അടുത്തവൻ പറഞ്ഞല്ല തെലുങ്ക, ഒരുത്തവൻ പറഞ്ഞല്ല ഇംഗ്ലീഷാ, അടുത്തവൻ പറഞ്ഞു ഇതൊന്നുമല്ല ജർമ്മനാ. എന്നാ കാര്യം അറിയാമോ? പത്രോസ് സംസാരിച്ചത് അരാമിക്കിലായിരിക്കും, അല്ലെങ്കിൽ പോട്ടെ ഗ്രീക്കിലോ ഹീബ്രു എങ്ങനെയും ആകണം, പക്ഷെ കേട്ടവന്റെ കാതിൽ ഈ വചനത്തെ എത്തിച്ചത് പത്രോസിന്റെ ശബ്ദമല്ല, പറഞ്ഞ വചനത്തെ എത്തിച്ചത് അങ്ങനാണെങ്കിൽ ഈ പട്ടണത്തിൽ നിന്റെ ശബ്ദത്തെ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ എത്തിച്ചിരിക്കും, പക്ഷേ അത് വചനമായിരിക്കണം. വചനം സംസാരിച്ചാൽ ശബ്ദം കൂടുതലാണ്, സൗണ്ട് പ്രൂഫ് ചെയ്യണം, അടച്ചുപൂട്ടണം, എന്തൊക്കെ പറഞ്ഞു ചെയ്തോ, അടച്ചുപൂട്ടിക്കോ, സൗണ്ട് പ്രൂഫ് ചെയ്തോ, വെളി ഹോൺ വെക്കേണ്ടെന്ന്, വെളി ബോക്സ് വെക്കേണ്ടെന്ന്, വെളി കൊണ്ട് തെങ്ങിന്റെ മണ്ടയ്ക്ക് കോളമ്പി വെക്കേണ്ടെന്ന് അകത്ത് പറഞ്ഞ വചനത്തെ പട്ടണത്തിന് നടുവിലെത്തിക്കാൻ അകത്തുനിന്ന് കാറ്റ് പുറപ്പെടും. പോരാ 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 പോരാ, നീ ഇവിടെ നിന്ന് പറഞ്ഞ വചനത്തെ നിന്റെ വീടിനകത്തെത്തിക്കണമെങ്കിൽ അതെ വചനം സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന മാധ്യമത്തിലാണ്.